കായംകുളം താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെ യൂത്ത് കോൺഗ്രസ് ഉപരോധിച്ചു. രക്തപരിശോധനയ്ക്ക് മുമ്പായി ലാബിൽ പണമടയ്ക്കണമെന്നുള്ള തീരുമാനത്തിനെതിരെയും ലാബിൽ തന്നെ പണമടയ്ക്കാൻ സംവിധാനം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കായംകുളം താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചത്. ലാബിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായി പണമടയ്ക്കണമെന്നുള്ള ആശുപത്രി അധികൃതരുടെ തീരുമാനം പിൻവലിക്കണമെന്നും ബില്ലടയ്ക്കുന്നത് കാഷ്വാലിറ്റിയിലെ കൗണ്ടറിൽ നിന്ന് മാറ്റി ലാബിൽ തന്നെ ബില്ലടയ്ക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. ആശുപത്രിയിൽ കാഷ്വാലിറ്റിയിൽ ഡോക്ടർമാരുടെ കുറവ് ഉടനടി പരിഹരിക്കണമെന്നും ഇവർ ആവശ്യമുന്നയിച്ചു. കഴിഞ്ഞുള്ള സമയത്തിനു ശേഷം 2 ഡോക്ടർമാരുടെ ലഭ്യത ഉണ്ടാകേണ്ടിടത്ത് നിരന്തരമായ ദിവസങ്ങളിൽ ഒരു ഡോക്ടറുടെ സേവനം മാത്രമാണ് ഈ താലൂക്ക് ആശുപത്രിയിൽ ലഭിക്കുന്നത്. ഈ ഡോക്ടർമാരെ അടിയന്തരമായി വെക്കുക എന്നുള്ള ആവശ്യവുമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് ഇന്നിവിടെ സൂപ്രണ്ടിനെ ഉപരോധിക്കാൻ വന്നിട്ടുള്ളത്. സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്ന് ഉറപ്പ് കിട്ടുമ്പോഴും അദ്ദേഹം പറയുന്നത് മുനിസിപ്പാലിറ്റിയാണ് ഇതിനകത്ത് ഏറ്റവും അധികം ഉത്തരവാദിത്തം കാണിക്കേണ്ടത്. ഉപരോധത്തെ തുടർന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ലാബിൽ ബില്ലടയ്ക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തുമെന്ന് സൂപ്രണ്ട് ഉറപ്പ് നൽകി. യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ പ്ലാമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ആ രോഗിക്ക് അദ്ദേഹത്തിന്റെ ബ്ലഡ് ടെസ്റ്റ് നടത്തണമെങ്കിൽ ബില്ലടച്ചതിന് ശേഷം മാത്രമേ അവരുടെ ബ്ലഡ് സാമ്പിൾ പോലും കളക്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് യൂത്ത് കോൺഗ്രസ് വളരെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഇന്ന് കായംകുളത്തെ സൂപ്രണ്ടിനെ ഉപരോധിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബു, സംസ്ഥാന സെക്രട്ടറി വിശാഖ പത്തിയൂർ, ജില്ലാ ജനറൽ സെക്രട്ടറി സജീദ് ഷാജഹാൻ, സുജിത് കണ്ണൻ, ഹാഷിം സേട്ട്, ലുക്മാൻ, അജി കൊല്ലേത്ത്, ഇർഫാൻ എസ്, സൽമാൻ വലിയപറമ്പിൽ, അനീസ് മങ്ങാട്ട തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.